വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നെത്തോലി മീൻ പീര വെക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഈ മീൻ വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നും കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമ്മൾക്ക് ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ നെത്തോലി മീനിന് ചില സ്ഥലത്ത് കൊഴുവെന്നും പേര് പറയാറുണ്ട്. ഇത് സാധാരണയായിട്ട് മാർക്കറ്റിൽ നിന്ന് ക്ലീൻ ചെയ്ത് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വാങ്ങിക്കാനും ഒരു മടിയാണ്. കത്തി ഉപയോഗിക്കാതെ കൈകൊണ്ട് ഇതെങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് നമ്മളൊരു ഗ്ലൗസ് കയ്യിലിട്ട് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ സ്മെല്ല് ഒട്ടും കയ്യിലേക്ക് വരില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് കയ്യിലിട്ടിട്ട് വൃത്തിയാക്കാൻ നോക്കണം. ഒരു മീൻ എടുത്തിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ തലയുടെ ഭാഗം പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വാലിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ കുടലും അഴുക്കും എല്ലാം അങ്ങനെ അങ്ങ് പോരും. അങ്ങനെ അഥവാ ബാക്കിയൊക്കെ അതിലിരിപ്പുണ്ടെങ്കിൽ വിരൽ കൊണ്ട് അങ്ങനെ ഞെക്കിയെടുത്ത് കളയാം. കണ്ടോ, അഴുക്കെല്ലാം പോയി ക്ലീൻ ആയത്. ഇനി ഇതിൻ്റെ വാല് നമുക്ക് കൈകൊണ്ട് നുള്ളിക്കളയണം. കണ്ടോ, കത്തി കൊണ്ട് വെട്ടിയ പോലെ ക്ലീൻ ആയിരിക്കുന്നത്. നിങ്ങൾക്കിങ്ങനെ വാല് കൈകൊണ്ട് നുള്ളിയെടുക്കാൻ പ്രയാസമാണെങ്കിൽ ഈ മീനിൻ്റെ തലയെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയ ശേഷം ഒടുവിലായിട്ട് കത്രികയോ കത്തിയോ ഉപയോഗിച്ചിട്ട് വാല് കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ചിലരൊക്കെ അറിയാൻ വയ്യാതുണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഇതിൽ കാണിച്ചത്. മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇത് ഒരു ചട്ടിയിലേക്കാക്കി കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് വൃത്തിയാകുന്നത് വരെ കഴുകിയെടുക്കണം. ഉപ്പിട്ട് തേക്കുമ്പോൾ മീനിലെ ചെറിയ ചെതുമ്പലുകളെല്ലാം പോകും. മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരു 8 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 പച്ചമുളക് 4ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. 2 വലിയ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം കുടംപുളി ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ പച്ചമുളക് മാത്രമേ എരിവിന് ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ കൂടുതലെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഞെരടിയെടുക്കണം. ഈ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ തേങ്ങയിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. അതേപോലെ നന്നായിട്ട് ഞെരടിയിട്ട് എടുക്കണം. ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് മീൻ ഇടുമ്പോൾ മീനിലേക്ക് ഉപ്പും പുളിയും എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഞെരടി ചേർക്കണം. പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത് മീനിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പും പുളിയും എല്ലാം മീനിലേക്ക് പിടിക്കാനായിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കണം. അതിനുശേഷം ഒരു പാത്രം ചൂടാക്കി 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ 2 ഉണക്കമുളകും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊത്തി വെച്ച് ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് വേവിക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. 4 മിനിറ്റ് കഴിഞ്ഞു. അടപ്പൊന്ന് മാറ്റി മുകൾ ഭാഗം അടിയിൽ വരത്തക്ക വിധം ഇതൊന്ന് ഇളക്കിയിടണം. വീണ്ടും ഒന്ന് പൊത്തി വെച്ച അടച്ച് ഒരു 3 മിനിറ്റ് കൂടി വേവിക്കണം. ഇതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ. ഇതിൽ ഞാൻ മീൻപുളിയാണല്ലോ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻപുളിക്ക് പകരം പിഴിപുളിയും ചേർക്കാം. 2-3 സ്പൂൺ വെള്ളത്തിൽ ആവശ്യത്തിന് പിഴിപുളി പിഴിഞ്ഞ് ചേർക്കണം.
ഇത് അടച്ച് ഒരു 3 മിനിറ്റ് കൂടി വേവിക്കണം. 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം. നെത്തോലി പീര വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. വളരെ ഈസിയുമാണ് വെക്കാൻ. അപ്പോൾ ഇനി അടുത്തൊരു ഡിഷുമായി വരുന്നത് വരെ ബൈ.